സംവിധായകൻ സിബി മലയലിന്റെ മകന്റെ വിവാഹവേദിയിൽ ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും കൈകോർത്ത് ഒരുമിച്ചെത്തിയ ദൃശ്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ആരാധകർക്കിടയിൽ തരംഗമാവുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ നീണ്ട വേർപിരിയലിന് ശേഷം ഇരുവരും തമ്മിൽ മഞ്ഞുരുകിയെന്നും പഴയ പ്രണയം വീണ്ടും മൊട്ടിട്ടുവെന്നുള്ള സൂചനകളാണ് ഈ ഒത്തുചേരൽ നൽകിയത്. ഇരുവരുടെയും അടുത്ത സുഹൃത്തായ സംവിധായകൻ ആലപ്പി അഷ്റഫ് ഈ ഒത്തുചേരലിന് പിന്നിലെ കാരണങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. അമ്മായിയപ്പനും മുത്തച്ഛനുമെന്ന സ്ഥാനങ്ങളിലേക്ക് മാറിയപ്പോൾ പ്രിയദർശന്റെ ചിന്താഗതികളിൽ വന്ന മാറ്റവും ലിസിയോടുള്ള അടങ്ങാത്ത അനുരാഗവുമാണ് ഈ ഒത്തുചേരലിന് പിന്നിലെന്ന് അഷ്റഫ് പറയുന്നു. സന്തോഷകരമായ ഈ വാർത്തയ്ക്കൊപ്പം പുനർവിവാഹത്തെക്കുറിച്ച് ലിസിക്കുള്ളിലെ ഭയത്തെക്കുറിച്ചും തന്നോട് ലിസി വെളിപ്പെടുത്തിയിരുന്നതായി ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിച്ചു. വലിയ വാദപ്രതിവാദങ്ങളെക്കാൾ ചെറിയൊരു വിട്ടുവീഴ്ച എപ്പോഴും നല്ലതാണെന്നും ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളും ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുമുണ്ടെന്നും അഷ്റഫ് തന്റെ വാക്കുകളിൽ ഓർമ്മിപ്പിച്ചു. വാശി കൊണ്ടാരും വിജയിക്കുന്നില്ലെന്നും അത് ഓരോ മനസ്സിനെയും വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ വാദപ്രതിവാദത്തെക്കാൾ എപ്പോഴും നല്ലത് ചെറിയൊരു വിട്ടുവീഴ്ച. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട്, ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്, ഒരു വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുണ്ട്. വാശി കൊണ്ട് ആരും എവിടെയും വിജയിക്കുന്നില്ല, ഓരോ മനസ്സിനെയും വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംവിധായകൻ പ്രിയദർശനും ലിസിയും തമ്മിലുള്ള പിണക്കങ്ങൾ പൂർണ്ണമായി മാറിയോ അതോ കടമ്പകൾ ഇനിയും ഏറെയുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ആകട്ടെ ഈ എപ്പിസോഡ്. ഞാൻ ചാനൽ തുടങ്ങിയതിനു ശേഷം ചില ഞെട്ടിക്കുന്ന സത്യങ്ങളും വെളിപ്പെടുത്തലുകളും സിനിമയിലെ ചില അപ്രിയ സത്യങ്ങളും അങ്ങനെ അധികം ആരും അറിയാത്തതും കേൾക്കാത്തതുമായ സംഭവങ്ങളും നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്വന്തമായി മെനഞ്ഞെടുത്ത് റീച്ച് കൂട്ടാൻ പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് സത്യമാണോ എന്ന് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആരുടെയെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആധികാരികമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ്. കീർത്തി സുരേഷ് ഒരു അന്യമതസ്ഥനെ വിവാഹം കഴിക്കും എന്നുള്ള വാർത്ത അവരുടെ വിവാഹത്തിന് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഏറ്റവും ആദ്യമായി ഈ വിവരം എൻ്റെ ചാനലിലൂടെയാണ് പുറത്തുവിട്ടത്. അന്നത് പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അത് സത്യമാവുകയും ചെയ്തു. ഞാനത് ആധികാരികമായി നിങ്ങളോട് പറയാനുള്ള കാരണം ആ കാര്യം എന്നോട് പറഞ്ഞത് കീർത്തിയുടെ പിതാവായ സുരേഷ് കുമാർ ആയിരുന്നു. അതുപോലെ തന്നെ ലിസിയും പ്രിയദർശനും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും അവർ തമ്മിലുള്ള ശത്രുതയുടെയും വൈരാഗ്യത്തിന്റെയും മഞ്ഞുരുകി തുടങ്ങിയെന്നും അവർ ഒന്നാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടെന്നും ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. അതിനെയും പലരും സംശയത്തോടെയാണ് വീക്ഷിച്ചത്. അന്നതെന്റെ ഭാവനയിൽ മെനഞ്ഞെടുത്ത കെട്ടുകഥയായിരുന്നില്ല. ലിസിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ്. എന്നാൽ സംവിധായകൻ സിബി മലയലിന്റെ മകന്റെ വിവാഹ ചടങ്ങിന് അവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയപ്പോൾ അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി സിബി ഫോട്ടോ എടുത്തതും അവർ രണ്ടുപേരും കൈകോർത്തിറങ്ങി പോകുന്നതുമൊക്കെ കണ്ട് ഒരു മലയാളം ചാനലിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു. 3.5 മാസങ്ങൾക്ക് മുമ്പ് സംവിധായകൻ ആലപ്പി അഷ്റഫാണ് ലിസിയും പ്രിയദർശനും തമ്മിൽ വീണ്ടും ഒന്നിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞതായി തന്റെ യൂട്യൂബ് വ്ലോഗിലൂടെ അറിയിച്ചത്. അവർ ഒന്നിച്ചോ എന്ന ചോദ്യവുമായി നടൻ മോഹൻലാലിന്റെ അടുത്തേക്ക് പോലും ഉത്തരം തേടി പോയവരുണ്ട്. ഞാൻ ഈ വിഷയം അന്ന് വെളിപ്പെടുത്താനുള്ള കാരണം നടി പ്രിയാരാമനും ഭർത്താവും തമ്മിൽ വേർപിരിയലും വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു വേദിയിൽ വച്ച് വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തി ഒന്നാവുകയും ചെയ്ത കഥയിൽ നിന്നാണ്. രഞ്ജിത്ത് മറ്റൊരു വിവാഹവും കഴിച്ച് ആ ബന്ധവും വേർപിരിഞ്ഞ ശേഷമാണ് പ്രിയാരാമനുമായി വീണ്ടും ഒന്നുചേർന്നത്. എന്നാൽ പ്രിയനും ലിസിയും വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം രണ്ടുപേരും വേറെ വിവാഹബന്ധത്തിലേക്ക് കടന്നില്ല. തന്നെയുമല്ല, കുട്ടികളുടെ കാര്യത്തിൽ രണ്ടുപേരും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും. പ്രിയൻ ഒരു അമ്മായിയപ്പനും മുത്തച്ഛനും ഒക്കെ ആയപ്പോഴാണ് ഇപ്പോൾ ചിന്താഗതിക്ക് മാറ്റം സംഭവിക്കുകയും ലിസിയോട് വീണ്ടും പ്രണയവും കരുതലും ഒക്കെ മൊട്ടിട്ടതും. ലിസിയുടെ അമ്മ കിടപ്പ് രോഗിയാണ്. പെരുമ്പാവൂരിലുള്ള ഒരു ക്ലിനിക്കിലാണ് അവരിപ്പോൾ ഉള്ളത്. ആളെ തിരിച്ചറിയാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ലിസി തന്നെയാണ്. ദിവസവും ക്ലിനിക്കിൽ വിളിച്ച് വിവരങ്ങൾ അറിയുകയും അമ്മയുടെ ചെവിയിൽ അവർ ഫോൺ വെച്ച് കൊടുക്കുമ്പോൾ അമ്മ അമ്മ എന്ന് വിളിച്ച് ലിസി സംസാരിക്കും. പക്ഷേ അമ്മയ്ക്ക് ലിസിയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് ലിസി പറയുന്നത്. ഏറ്റവും മുന്തിയ പരിചരണമാണ് അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പരിചരണവും സെറ്റപ്പും ഒക്കെ പ്രിയേട്ടനും വളരെ ഇഷ്ടപ്പെട്ടതായി ലിസി പറയുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിയൻ അമ്മയെ കാണുന്നത്. എന്നാൽ അമ്മ പ്രിയനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ലിസിക്ക് അമ്മയുടെ കാര്യം പറയുമ്പോൾ വലിയ സങ്കടമാണ്. ഇപ്പോൾ ലിസിയുടെ ഏറ്റവും വലിയ ദുഃഖം അമ്മയുടെ കിടപ്പാണ്. അമ്മയ്ക്ക് ഞാൻ ഒരു മകൾ മാത്രമേ അല്ലേ ഉള്ളൂ. അത് പറയുമ്പോൾ ലിസിയുടെ കണ്ണ് ഇടറുന്നുണ്ടായിരുന്നു.